ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ ഭയങ്കര ആവേശമാണ് കേട്ടോ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് എടുത്ത് വെക്കാനാണ് ഭയങ്കര മടി. എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒതുക്കി വെക്കണം. ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും. എങ്കിലും ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്കൊന്ന് ഉഷാറാവാം. അപ്പോൾ അതാ ഞാൻ ഈ അങ്കമാലി എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ അവിടെ ഒരു റാക്കിൽ ഫുള്ളി ടേസ്റ്റ് നിബിൾസിൻ്റെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ടേസ്റ്റ് നിബിൾസിൻ്റെ കുറേ ഐറ്റംസ് അവർ ട്രൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഓ കൊച്ചി ഇൻസ്റ്റാഗ്രാം പേജിൽ. അപ്പം ഞാനിത് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടു. പക്ഷേ ഞാൻ ഇതിന് മുന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ടൂണ ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞാൽ 125 രൂപയൊക്കെ ഉള്ളൊരു പാക്കറ്റിന്. ഇത് മീൻ പീര. ഇതിന് മുന്നേ ഞാൻ മീൻ പീര ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പടത്തിൽ കാണുന്ന പോലെ ഒന്നും സാധനങ്ങളൊന്നുമില്ല. ഭയങ്കര പ്ലെയിൻ ആണ്. പക്ഷെ ടേസ്റ്റ് നമ്മൾ മീൻ പീരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു 150 റുപ്പീസാണെന്ന് തോന്നുന്നു ഒരു പാക്കറ്റിൽ. ഇതിനെ പറയുന്ന ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതിൻ്റെ പാക്കേജിങ് ചെയ്തേക്കണേന്ന്. ഇത് റെഡി ടു ഈറ്റ് ആട്ടോ, റെഡി ടു കുക്കും അല്ല, റെഡി ടു ഈറ്റ് ആണ്. നമുക്കിത് വെറുതെ ചൂടാക്കിയാൽ മതി, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സീൽഡ് പാക്കേജിങ് ഉണ്ട്. അത് അങ്ങനെ തന്നെ എടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എടുത്ത് പൊട്ടിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സീൽഡ് പാക്കേജിങ് നമ്മൾ നേരെ മൈക്രോവേവിലിട്ട് ചൂടാക്കാം. അല്ലെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് വെച്ച് നമുക്ക് മൈക്രോവേവിൽ ചൂടാക്കാം. അതല്ലെങ്കിൽ ഗ്യാസിന് ഒരു പാത്രം വെച്ച് നമുക്ക് ഈ പാക്കേജിങ് തുറന്ന് അതിനകത്ത് സോട്ട് ചെയ്ത് ചൂടാക്കി നമുക്ക് കഴിക്കാം. വേറെ ഒന്നുമില്ല, ഈസിയാണ്. 2 പേർക്ക് കഴിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ. ഇത് മീൻ പീര എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു പേപ്പർ നിറച്ച് എന്തൊക്കെയാണ് ഇവരുടെ വേറെ ഐറ്റംസ് ഉള്ളതെന്നുള്ളത്. ഇത് ക്യാൻഡ് ടൂണ. പണ്ടൊക്കെ ഞാൻ സൗദിയിലായിരുന്നപ്പോൾ മീൻ പീര ഉണ്ടാക്കുന്നത് ക്യാൻഡ് ടൂണ വെച്ചിട്ടാണ്. ടൂണ വെച്ചുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിക്കാണ് ഈ നത്തോലി വെച്ചിട്ടാണ്, ആ ചെറിയ മീൻ വെച്ചിട്ടാണ് മീൻ പീര ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്കതിൻ്റെ മുള്ള് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആ നത്തോലി വെച്ചിട്ടുള്ളൊരു മീൻ പീര ഇഷ്ടമല്ല. പക്ഷേ ടൂണ വെച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതാ മറ്റേ നത്തോലി വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മുള്ളേപ്പാടി തിന്നാൻ കുഴപ്പമില്ല. അപ്പോൾ അതാ പാക്കേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ജസ്റ്റ് പാനിനകത്ത് വെച്ച് സോട്ട് ചെയ്ത് ചൂടാക്കാം. അപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ മീൻ പീര.
അപ്പോൾ നമ്മൾ ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാനും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായതുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മീൻ പീരിയും പിന്നെ ഒരു ചെറിയ ചാറുകറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു കൂടി കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ച് ഒതുക്കി വെക്കാനും സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ തിരിച്ച് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മടിച്ചു നിന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ആ മറ്റേ പാക്കറ്റ് ട്രൈ ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ ടൂണ ടൊമാറ്റോ റൈസ്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് രണ്ടാമത് വീണ്ടും വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നിയില്ല. പക്ഷെ മീൻ പീര അങ്ങനെയല്ല കേട്ടോ. മീൻ പീര വേണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ പാനിലടുത്ത് ഗ്യാസ്മ വെച്ച് ചൂടാക്കണം എന്ന് പറയില്ലേ, അതിൻ്റെ മുന്നേ നമ്മൾ പാൻ ചൂടാവുമ്പോൾ നമ്മൾ എന്താ പറയുക താളിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കടുക് ഉലുവ പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പില പിന്നെ നമ്മുടെ വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ ആ മീൻ പീര ഒന്ന് അതിനകത്ത് ഇട്ട് ചൂടാക്കിയാൽ കുറച്ചും കൂടി ഒരു രസമൊക്കെ ഉണ്ടാവും കേട്ടോ, കാണാനും അതെ കഴിക്കാനും അതെ. അപ്പം ഇത് ഞാൻ എന്താ പറയുക, ചിലർക്ക് ഇഷ്ടമെങ്കിൽ ടൊമാറ്റോ റൈസ് ൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ ആ ഒരു ടേസ്റ്റും അതിൻ്റെ കൂടെ ടൂണ അത്രയും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്തായാലും വാങ്ങിച്ചു പോയില്ലേ, നമ്മളത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അയ്യോ, ഉണ്ടാക്കുകയല്ല, നമുക്ക് പാക്കേജിങ് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് പാനിനകത്ത് ചൂടാക്കുക, അതല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ പൊട്ടിക്കണേക്ക് മുന്നേ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ചൂടാക്കുക, അതല്ലെങ്കിൽ വേണമെങ്കിൽ മൈക്രോവേവിലിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് വെച്ച് മൈക്രോവേവിലിട്ട് ചൂടാക്കുക. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഇച്ചിരി ഹെൽത്തി ഫുഡായിട്ട് കഴിക്കാമെന്നൊക്കെയാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് അങ്ങ് വല്ലാണ്ട് കൂടിയപ്പം ഞാൻ ഒമാഡായിട്ടും അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും പിന്നെ ഗ്രാജുവലി എൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് കഴിക്കുക. പക്ഷെ അതും ഇച്ചിരി ഹെൽത്തി ആയിട്ടും അതുപോലെ ടൈമിനും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയും കൊണ്ട് അതേ സമയം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു മീല്. ചോറൊന്നും കഴിക്കാൻ താല്പര്യമില്ല, പക്ഷെ എന്നാൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പോൾ മുട്ടയും ബ്രൊക്കോളിയും തക്കാളി, ഒനിയൻ, ചില്ലി, ഒനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവോള അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസാണ് ഉള്ളത് അതൊക്കെ കൂട്ടി ചേർത്തിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ബ്രൊക്കോളി നമുക്ക് ഇത്തിരി പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ടെക്നിക്ക് എടുക്കുക, അതായത് ഇതിൻ്റെ തണ്ടയിൽ നിന്ന് നമ്മൾ മുറിച്ച് ഇതുപോലെ മുറിച്ചെടുത്താൽ ഇതിൻ്റെ ആ പൂ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. അപ്പം എളുപ്പത്തിൽ നമുക്ക് മുറിക്കാനും പറ്റും. പിന്നെ നമ്മളൊന്ന് സോട്ടേണയ്ക്ക് മുന്നേ ഇച്ചിരി ചൂടുവെള്ളത്തിൽ, ഉപ്പിട്ട ചൂടുവെള്ളം ആയാൽ നല്ലതാണ്, അല്ലെങ്കിൽ മഞ്ഞളിട്ട ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോയി കിട്ടിക്കോളെ. അപ്പം ഇങ്ങനെ ഒന്ന് ബ്രൊക്കോളി നിങ്ങൾ അരിഞ്ഞു നോക്കുക.
പച്ചമുളക് ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആം, ഈ ഉണക്കമുളക് വറ്റൽ മുളക് നമുക്ക് കുറച്ച് പൊടിച്ചിട്ട് അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന് അല്ലാതെ നമുക്ക് വേറെ എന്ത് ഉപയോഗിക്കാം. അപ്പോഴാണ് അവിടെ ഒരു പുതിയ റെസിപ്പി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ഇല്ല എന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം, സുക്കിനി ഉണ്ടെങ്കിൽ സുക്കിനി യൂസ് ചെയ്യാം, ക്യാബേജ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ദോശ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ദോശ ചുടുന്ന പാത്രമാണ്. ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസും ഓണിയനും എല്ലാം സോട്ട് ചെയ്തെടുക്കാവേ. ഈ സവോളയൊന്നും വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കപ്പോൾ ഈ എന്താ പറയുക, ഓംലെറ്റ് കഴിക്കുമ്പോൾ ഈ ഒരു കറുമുറുമൊക്കെ നമുക്ക് വായിൽ കടിച്ചു മുറുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം തന്നെ മൊരിയുണ്ട്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഈ ബ്രൊക്കോളിയും ഒക്കെ സുക്കിനി എന്നൊക്കെ പറയുന്നത് അധികം സമയം വേണ്ട ഇതൊക്കെ വേവാനായിട്ടും വാടാനൊക്കെ ആയിട്ട്. കുറച്ച് മതി, അധികം അങ്ങോട്ട് വാടി ഓടേയണ്ട. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമുക്കിത് വളരെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, മീഡിയം ലോവിൻ്റെ നടുക്കിലായിട്ട് നമ്മുടെ ഫ്ലെയിം അനുസരിച്ചിട്ടോ ഒന്ന് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഉപ്പിട്ട് വേവിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് മുട്ട നമുക്ക് ശരിയാക്കിയെടുക്കാം. മുട്ട അധികം പെട്ടെന്ന് അങ്ങോട്ട് വേവാൻ പാടില്ല, അപ്പോൾ തീരെ കുറച്ചിടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതെ വേണം ഈ പച്ചക്കറി, വേവിച്ച പച്ചക്കറിയൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ചുട്ടെടുക്കാൻ നമുക്ക് ഓംലെറ്റ് ആക്കി എടുക്കാനായിട്ട്. ചില സമയത്ത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചില സമയത്ത് നമുക്ക്
നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കങ്ങ് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും നമ്മുടെ ഒരു നാക്കനുസരിച്ച് നമുക്ക് മറിച്ചിടാൻ മുട്ട. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ എഗ് ഓംലെറ്റ് റെഡിയാണ് കേട്ടോ. ഇതും പിന്നെ കൂട്ടത്തിൽ സൈഡിൽ നമുക്ക് എന്തെങ്കിലും സാലഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു മീലാണ് കേട്ടോ. ഹെൽത്തി മീലാണ്. എഗ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ്, പിന്നെ ഫൈബറായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണയുണ്ട്, എണ്ണ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ പ്രോബയോട്ടിക്സ് ആയിട്ട് നമുക്ക് തൈരും, പിന്നെ ഫൈബറായിട്ട് വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള വെജിറ്റബിൾസോ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾ എഗ് ഓംലെറ്റും പിന്നെ നമ്മുടെ ടൊമാറ്റോ റൈസ്. ഇത് ടൂണ ഉള്ളത് കൊണ്ട് ഫിഷ് നല്ലൊരു സംഭവമാണ്, ഒമേഗ 3, പിന്നെ കുറച്ച് കാർബൺ. ഇത് നല്ലൊരു എന്താ പറയുക, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മീലൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ വെയിറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു ഒന്ന് ലെവലായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കാർബൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മുഴുവനായിട്ട് കാർബ് ഒമിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ഒരു രീതിയായിരുന്നു കേട്ടോ. എൻ്റെ ഏകദേശം 80, അതായത് 78 kg ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ബോധ്യമായി ഇനി അധികം നാളില്ല 80ലേക്ക് കിടക്കാൻ. അപ്പം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നോക്കിയിട്ട് 10 kg ഞാൻ കുറച്ചു. പിന്നെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.